ഇറാനിൽ ആക്രമണങ്ങളിൽ ഇതുവരെ മരിച്ചത് 555 പേരെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നു. ആണവോർജ്ജ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചെന്ന് ഇറാൻ, എന്നാൽ തെളിവില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കി. കൂടുതൽ വിശദാംശങ്ങളുമായി അഖില ചേരുന്നുണ്ട്. അഖില, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് ആണവോർജ്ജ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചുവെന്നും ആണവ വികിരണങ്ങൾ ഉണ്ടായി എന്നാണ്. പക്ഷേ ഇതൊക്കെ തള്ളിക്കൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെളിവില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ പല മേഖലകളിൽ നിന്നും ഈ ഇറാനും ഇസ്രയേലും അമേരിക്കയുമായുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് വരുന്നുണ്ട്. പലതിലും ഇനിയും വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇന്നലെ നടന്ന ചില സംഭവങ്ങളുടെ വ്യക്തമായ വിവരം ഇന്നാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. നമ്മൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ആണവോർജ്ജ ഏജൻസിയിലേക്ക്, ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ആണവ വികിരണം അടക്കമുള്ള കാര്യങ്ങളിൽ തെളിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കുന്നത്. അതിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഈ ആക്രമണം വളരെ ശക്തമായി തുടരുകയാണ്. അതായത് മേഖലയിൽ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമ ഈ മേഖലകളിൽ നിലനിൽക്കുന്നത്. അത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി വരുന്നത്. ഒപ്പം തന്നെ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ 555 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടതായാണ് റെഡ് ക്രസന്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 700-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വേദനാജനകമായുള്ള കാര്യം, മിനാബിലെ ആ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ ഉയരുകയാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലധികം കുട്ടികൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തീരാകളങ്കമായി ആ കുഞ്ഞുങ്ങളുടെ മരണം ഉണ്ടാകും എന്നതിൽ സംശയമില്ല. അങ്ങനെ അത്രയധികം കുട്ടികൾ അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലെബനൻ അതിർത്തിയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായ പ്രത്യാക്രമണങ്ങൾ മേഖലയിൽ നടക്കുന്നുണ്ട്. ഈ യുദ്ധവിമാനങ്ങൾ, അതായത് കുവൈറ്റിൽ നിരവധി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതായുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട്. വെടിവെച്ചിട്ടതാണ് എന്ന് ഇറാൻ പറയുമ്പോഴും അങ്ങനെയല്ല, ചില സാങ്കേതിക തകരാറ് മൂലമുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് മറ്റൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ബഹറിൽ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. ഒമാനിൽ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ഹോർമൂസ് കടലിടുക്കിൽ സ്കാട്ട്ലൈറ്റ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. 20 ജീവനക്കാർ ഉണ്ടായിരുന്നു. അതിൽ 15 പേർ ഇന്ത്യക്കാരാണ്. അവരെ സുരക്ഷിതമായി മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഇപ്പോൾ ഒമാൻ തീരത്തേക്കും ആക്രമണം വ്യാപിക്കുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലും മറ്റ് മേഖലകളിലേക്കും ഒക്കെ ആക്രമണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ സ്ഥിതിഗതികൾ ശക്തമായി നിരീക്ഷിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായൊക്കെ നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ആവശ്യവും രുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യവുമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ സമാധാനം പുലരണം എന്നുള്ളത്, നയതന്ത്ര തരത്തിൽ ചർച്ചകൾ, ഒരു മേശയ്ക്ക് ഇരുവശത്തും രണ്ട് വിഭാഗങ്ങളെയും എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനമായുള്ളത്. ഒപ്പം തന്നെ യാത്രാ തടസ്സം വലിയ തരത്തിലുണ്ട്. ഈ വ്യോമഗതാഗത മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിനൊപ്പം ആളുകളുടെ പോയി വരവിനെ വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതായത് നാട്ടിൽ അടിയന്തരമായി എത്തേണ്ട ആളുകൾക്ക് ഒരു തരത്തിലും എത്താൻ കഴിയാത്ത സാഹചര്യം. ഇവിടെ നിന്ന് വളരെ അത്യാവശ്യമായി തിരിച്ചു പോകേണ്ട ആളുകളുണ്ട്. അവർക്കും ഇതിനൊന്നും കഴിയാതെ പലരും പല സ്ഥലത്തായി എന്ത് ചെയ്യണം എന്നറിയാത്തൊരാശങ്ക ആ മേഖലയിൽ തുടരുകയാണ്. ഇനി എത്ര ദിവസം ഈ ആശങ്ക ഇങ്ങനെ മുന്നോട്ട് പോകും? എത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുക എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിലടക്കം ഈ ചരക്ക് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടുകൂടി വലിയ പ്രതിസന്ധി, എണ്ണ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് ചരക്ക് കാര്യങ്ങൾ പോക്കുവരവ് നടക്കാത്തത് കാരണം തന്നെ വലിയ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതും പല ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് എണ്ണവില കൂടുതൽ ഉയരും എന്നുള്ളത് വലിയ ആശങ്കയായി തുടരുന്നുണ്ട്. ഈ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളൊക്കെ പരാജയപ്പെടുകയാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഒരു ഘട്ടത്തിലും അമേരിക്കയുടെ ഒരു ആവശ്യവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നതോട് തന്നെ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ കുറയുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾ പല രാജ്യങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നിനും ഇറാനും അമേരിക്കയും ഈ
അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കണം എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം. അതൊരിക്കലും ഇറാൻ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്കൊന്നും വലിയ സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നില്ല. പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അടിയന്തരമായി ഉണ്ടാകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ ദിവസത്തേക്ക് ഈ സംഘർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഒപ്പം തന്നെ ഈ നേരത്തെ ടെഹ്റാനിൽ രണ്ടാം ഘട്ടത്തിൽ വലിയ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നഗരത്തിന്റെ മധ്യഭാഗത്തും കിഴക്കൻ മേഖലയിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ പ്രധാന ആണവ നിലയമായ നതാൻസ് ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയതായി ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. MKD വ്യോം എന്നുള്ള ഒരു കപ്പലിന് നേരെ ആക്രമണമുണ്ടായി ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഖത്തറിലും മിസൈലൊക്കെ പതിച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ വലിയ തോതിൽ ഇത് ബാധിക്കുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കണമോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത്. അഖിലയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.